ഇപ്പൊ ബഹുമാനപ്പെട്ട റിയാസ് എവിടെ താമസിക്കുന്നത്? ഈ ചെറുതുരുത്തിയിലല്ലേ? ഇന്നലെ ഞങ്ങളടുത്ത് സഖാവ് വന്നിരുന്നു. ഈ നാട്ടുകാർ കേൾക്കണം. സഖാവ് ഉമ്മർ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. 45 കൊല്ലമായി രാധാകൃഷ്ണന്റെ കൂടെ പൊതുപ്രവർത്തനം നടത്തുക. ആ സാധുവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 2 കുട്ടികള് കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് റെയിൽ ആക്സിഡന്റിൽ റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചു. നമ്മളൊക്കെ വേദനയോട് കേട്ടതാ. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളത്. ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഈ സാധു ഒരു ലോൺ എടുത്തു. എത്ര എടുത്തറിയുന്നവർക്ക് 1 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യ എടുത്തത്. ആ വീട് ജപ്തി ചെയ്യാണ് ഇവര്. ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പാർട്ടി നേതാക്കന്മാരെ പോയി അദ്ദേഹം കാലൊടിച്ചു. എന്റെ അടുത്ത് വന്ന് നിന്ന് അദ്ദേഹം കരഞ്ഞു. ഈ വെക്കുന്ന ഓഡിങ് 1 ലക്ഷം ഓഡിങ് 30 ഓഡിങ് അവർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കിട്ടിയെണ്ണം 1 ലക്ഷം റുപ്യ ഏറ്റവും ഉണ്ട്. ഒരു ഓഡിങ്ങിന്റെ പൈസ സാധുവിന് കൊടുത്താൽ അയാളെ വീട് പോവോ? ഈ റിയാസിന്റെ കൺമുമ്പിലാണല്ലോ. ആ മനുഷ്യനൊന്ന് വിളിച്ച് സംസാരിച്ചൊന്ന് പോയി നോക്കിയോ? അല്ല ഉമർ സാഖാവ് എന്താ പ്രശ്നം? എവിടുന്നാണ് ഈ പണം കൊടുക്കുന്നത്? എവിടുന്നാണ് ഇത്? ആസി മൊയ്തീൻ തന്നെ കൊടുത്ത പരാതി അല്ല കേട്ടോ. ഇത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തൊഴുവാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രൗസർ ഇട്ട് വന്ന് ഒരുത്തം ഇവിടെ വന്ന് പോയല്ലോ. അവനൊക്കെ അതിന് ഉത്തരം പറയണം. അവരുടെ കൺമുമ്പിലാണിത്. ഇത് ആയിക്കോട്ടെ, കർശന നടപടിക്കട്ടെ. കർശന നടപടി നമുക്ക് കാണാം. ഞാനും കർശനമായിട്ടുള്ള നിയമ പോരാട്ടത്തിന് തന്നെ ഒരുങ്ങുന്നത്. ഇവർക്ക് കണ്ണൂട്ടന്മാരല്ലേ നടക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിൽ തൊട്ടിക്കാൻ പാടില്ല. സകല ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇതല്ലേ, ഒന്നിന്റെ മുകളിൽ കറുപ്പടിക്കുക ഒരു സാധാരണ. ഒറ്റൊരു സ്ഥലത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ കറുപ്പടിച്ചിട്ടുണ്ടോ? ഒരു പാസ്റ്റർ മാന്തി പൊടിച്ചിട്ടുണ്ടോ? ആശുപത്രിയുടെ ചുമരിൽ വരെ ഇവരുടെ ചുമരെഴുത്തല്ലേ. ഇതെന്താ പറയാ? അഹങ്കാരം, ധിക്കാരം എന്നല്ലേ പറയാ. എന്നിട്ട് അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല. അവർ കാണാത്തതുകൊണ്ട് തന്നെ പരാതി കൊടുത്തു. പി അൻവർ MLA വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയുണ്ടായി. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ല എന്ന വാദത്തിൽ ഉറച്ച് വാർത്താ സമ്മേളനം തുടരുകയാണ് ഉണ്ടായത്.